പവർ ടീം അംഗങ്ങളെയും ക്യാപ്റ്റനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു. അവിടെ ഗെയിം നടക്കുന്നത് ശരിയായ രീതിയിലല്ല. ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത്? ഇങ്ങനെയാണോ ടാസ്ക് ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അവിടെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ബിഗ് ബോസ് എടുത്തു ചോദിച്ചു. നിങ്ങൾക്കായിരുന്നു അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ, നിങ്ങൾ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബിഗ് ബോസ് അവിടെ പവർ റൂമിനോട് കൃത്യമായി പറഞ്ഞു. പക്ഷേ പവർ റൂം അത് ഏറ്റെടുക്കാനായിട്ട് ഒട്ടും തയ്യാറല്ല. ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും? അവർ ഞങ്ങളെ എതിർക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾക്കൊന്നും അവിടെ ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് പവർ ടീം അവിടെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ബിഗ് ബോസ് അവരുടെ അടുത്ത് കയറി വിളിച്ചു പറഞ്ഞിട്ടും അവർക്ക് സ്വന്തം തെറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് പവർ ടീം അംഗങ്ങളുടെ ഈഗോ തന്നെയാണെന്ന് പറയേണ്ടി വരും. അവിടെ ബിഗ് ബോസ് അത്രയും കാര്യമായി പറയുന്നുണ്ട്, ഇവിടെ ഗസ്റ്റിനെ പരിചരിക്കണം, ഇങ്ങനെയല്ല ഈ ടാസ്ക് കൊണ്ടുവേണ്ടത്, ഫൺ ടാസ്ക് ആയിട്ടാണ് കൊണ്ടുപോവേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങളിതൊന്നും ചെയ്തില്ല? അവിടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ അവിടെ ചോദിക്കുമ്പോഴും ഇവർ പറയുന്നത് അവിടെ ഡെൻ ടീം നല്ല കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ശ്രീരേഖ ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് ചെയ്താൽ എന്താ കുഴപ്പം, ഞങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അതിനിടയിൽ കൂടി നോറ ഒരു കാര്യം ചോദിച്ചു, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. ആ ചോദ്യം കേട്ടപ്പോഴേ ആ ബാക്കിയുള്ളവർ മുഴുവൻ നോറയെ നോക്കി കണ്ണുരുട്ടാൻ തുടങ്ങി. എങ്ങനെ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് തിരിച്ചെടുക്കാം, അത് നിങ്ങളുടെ യുക്തി പോലെയാണ് കാര്യങ്ങൾ എന്ന് ബിഗ് ബോസ് അവിടെ പറഞ്ഞു. അതായത് തിരിച്ചെടുക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. അത് ഫണ്ണായിട്ട് നല്ല രീതിയിൽ ആ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ അവിടെ അപ്പോഴേക്കും ഋഷിയും അവരും കയറി പറഞ്ഞു, പിരിച്ചുവിട്ടവരൊന്നും തിരിച്ചെടുക്കുന്ന പരിപാടി ഇവിടെ ഉദിക്കുന്നില്ല. റസ്മിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കലിപ്പിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് തന്നെ റസ്മിനോട് പറഞ്ഞു, ഇത്രയും സീരിയസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല റസ്മിനെ എന്ന് ബിഗ് ബോസ് തന്നെ പറയേണ്ട ഒരു അവസ്ഥ വന്നു. എന്തായാലും മോശമായിട്ടാണ് പവർ ടീം കൈകാര്യം ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പവർ ടീമിനെ അവിടെ ബോധിപ്പിച്ചു ബിഗ് ബോസ്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അതിനുശേഷം അവിടെ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അവരവിടെ നിൽക്കുന്നത്. ഞങ്ങളിവിടെ റോബോനും പിരിച്ചുവിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ആകെ 5 സ്റ്റാഫേ ഉള്ളൂ, 3 പേര് ഡെൻ ടീമിലുള്ളതും അതുപോലെ ശ്രീരേഖയും അവിടെ സിജോയും, ബാക്കി എല്ലാവരും പിരിച്ചുവിട്ടു എന്നുള്ള നിലയിലാണ് പവർ ടീം അവിടെ നിൽക്കുന്നത്. വളരെ അറിവുപൂർവ്വനാക്കിയത് ഈ ടാസ്ക് ശരിക്കും പവർ ടീമാണ്. അത് ബിഗ് ബോസ് പറയുകയും ചെയ്തു, ഓണേഴ്സും പവർ ടീമുമായിട്ടുള്ള നിങ്ങളാണ് ഈ ടാസ്ക് ഇല്ലാതാക്കിയതെന്ന്. പക്ഷെ അത് അംഗീകരിക്കാൻ പോലും തയ്യാറാവാതെ ഈഗോ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പവർ ടീമിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്.